പ്രൈസ് ദി ലോർഡ്. ഒരു ചിന്തകൻ ഇങ്ങനെയാണ് പറഞ്ഞത്, One philosopher has said like this: നിങ്ങൾക്ക് ആളുകളെ ഉറക്കണമെങ്കിൽ ഒരാൾ 3 ഗ്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് എടുത്താൽ മതി എന്നാണ്. if you want to make people sleep, then get one person to take 3 continuous classes. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു 6ാമത്തെ ക്ലാസ്സാണ്. And this is now the 6th class. ആരും ഉറങ്ങിയില്ല എന്ന് തന്നെ ഞാൻ കരുതുന്നു. I hope nobody sleeps in this. പക്ഷേ ഈ ക്ലാസ് ഉറങ്ങാൻ ഏറ്റവും സാധ്യതയുള്ളൊരു ക്ലാസ്സാണ്. But this class might be possible that you will feel very sleepy, കാരണം ഇത് കംപ്ലീറ്റ് തിയോളജിയാണ്. because this is going to be a theological class. പക്ഷേ അത് ഏറ്റവും ലളിതമായി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. I want to take this in the simplest possible way. സോ നമ്മുടെ മിഷണൽ ഫാമിലിയിലെ 3ാമത്തെ പെർസ്പെക്റ്റീവിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. So we have come to the 3rd perspective of the missional family. ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. I hope that you remember what all we have studied up till now. നമ്മൾ ഇപ്പോൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് മിഷണൽ ഫാമിലിയുടെ 3rd കൺസെപ്റ്റാണ്. Now we are going to look at the 3rd concept in the missional family. ആദ്യം നമ്മൾ വർഷിപ്പിംഗ് ഫാമിലി ചിന്തിച്ചു. First we had looked at the worshipping family. രണ്ടാമത് നമ്മൾ ചിന്തിച്ചത് അഫെക്ഷനേറ്റ് ഫാമിലിയാണ്. And the second thing we looked at is the affectionate family. മൂന്നാമത് ഇൻകാർണേറ്റ് ഫാമിലിയാണ്. And the third topic is the incarnate family. എന്താണ് ഈ ഇൻകാർണേറ്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ അർത്ഥം? What's the meaning of incarnate? ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് തിയോളജിയാണ്. This is more of a theological class. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ആവശ്യകതയുണ്ട്. So you need to concentrate. എന്താണ് ഇൻകാർണേറ്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം? What's the meaning of incarnate? Manifestation. Okay. Manifestation is a presentation. Something. Okay. In flesh. അവതാരം, അവതരിച്ചു. ആ വേർഡ് ഇൻകാർണേറ്റ് എന്നുള്ളതിന്റെ മലയാളം അവതരണം എന്നുള്ള അല്ലെങ്കിൽ അവതരിച്ചു എന്നുള്ളതൊരു ഹിന്ദു കൺസെപ്റ്റായ ഒരു വേർഡാണ്. And the Malayalam translation of this word, it says avadarichu, which has a Hindu concept behind it. പക്ഷെ വേറെ അതിന് പ്രോപ്പറായിട്ടുള്ള വാക്കില്ലാത്തത് കൊണ്ട് ഞാൻ ആ വാക്ക് എടുത്തു എന്ന് മാത്രമേ. Because we do not have any other word in our Indian language, that's why I have used this word. അപ്പോൾ നമ്മൾ ഒരു അവതാര കുടുംബമായിരിക്കണം. So our family has to be an incarnate family. എങ്ങനെ അത് സാധ്യമാണ്? How does that happen? അങ്ങനെയാണെങ്കിൽ നമുക്ക് അവതരിച്ച ആളിലേക്കൊന്ന് പോകണം. So we need to look at the incarnate man. നമുക്ക് ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഈ പഠനത്തിൽ ധ്യാനിക്കാനായിട്ട് പോകുന്നത്. So we are going to Philippians chapter 2 verse 4 to 8. ആരെങ്കിലും ഒരാൾ വായിക്കാം. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ കുഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഈ വാക്യങ്ങൾ എനിക്ക് വളരെ ചെറുപ്പത്തിലെ മനഃപ്പാഠമാണ്. These verses I have memorized from my youth. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ചർച്ചിൽ, ഞാൻ നാട്ടിലായിരുന്ന ചർച്ചിൽ ആരാധനാത്മകമായ ചിന്ത എപ്പോഴും പറയണം. And the reason is, in the church we are supposed to speak during the time of worship in exhortation. ഞങ്ങൾ 8 ഫാമിലി മാത്രമുള്ള ചെറിയൊരു ചർച്ചായിരുന്നു. And our church was small, only 8 families there. ഞങ്ങളുടെ സുവിശേഷനായിരുന്നു ചാണ്ടപ്പിള്ള ഫിലിപ്പ്. And Chandapilla Philip uncle was the pastor of that church. അപ്പോൾ എന്നും എന്നോട് പറയും ചിന്തകൾ പറയണമെന്ന് പറയും. എല്ലാ ശനിയാഴ്ചയും വന്ന് വീടിനടുത്ത താമസിച്ചിട്ടുണ്ട് വന്ന് പറയും നാളെ നീ ഒരു ചിന്ത പറയണം. He used to encourage me a lot to tell the thoughts, worship thoughts. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഫിലിപ്പ് ലേഖനമാണ് മിക്കവാറും ദിവസങ്ങളിൽ വായിക്കാറുള്ളത്. So this is a very familiar portion which is used for that purpose. അങ്ങനെ ആഴ്ചയിൽ 5 പ്രാവശ്യമൊക്കെ, ഒരു മാസത്തിൽ 5 പ്രാവശ്യമൊക്കെ ഞാനിത് വായിക്കും. So I used to use this scripture at least 5 times in a month. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, So once he called me and told,
ബൈബിളിൽ ഈ വാക്യമല്ലാതെ വേറെ ഒരുപാട് വാക്യങ്ങളുണ്ട്. So apart from Philippians 2, there are a lot of other things in the Bible. അങ്ങനെയാണ് ഞാൻ അതിനെ ഒന്ന് മാറ്റിപ്പിടിച്ചത്. So I started to look at other portions as well. അപ്പൊ ഇത് വായിച്ച് ഈ 5-ാമത്തെ വാക്യം മുതൽ 11-ാം വാക്യം വരെ ഞാൻ കാണാപ്പാടാണ്. So from verse 5 to 11, this has now become memorized in my mind. അത് എൻ്റെ ഈ പഠനത്തിൽ എനിക്ക് വളരെ സഹായമായി തീരാനിടയായി. But this portion is very useful for this particular study that we are doing. ലേഖനങ്ങളിലെ ഏറ്റവും ലളിതമായ ലേഖനമാണ് ഫിലിപ്പ് ലേഖനം. And the book of Philippians is one of the simplest epistles. അതിന്റെ 4 അധ്യായങ്ങളുണ്ട്. There are 4 chapters in it. അതിന് 4 അധ്യായങ്ങളിൽ 4 പ്രത്യേക തീമാണ് പൗലോസ് അപ്പോസ്തലൻ അവതരിപ്പിക്കുന്നത്. And each of these chapters they have a particular theme. ഒന്നാമത് ക്രിസ്തീയ ജീവിതത്തിന്റെ തത്വശാസ്ത്രമാണ്. The first chapter is talking about the philosophy of Christian living. എന്താണ് അവിടെ പറയുന്നത്? What does it say there? എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. That for me to live is Christ and death is gain. അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ഫിലോസഫി. That's the philosophy of a Christian. ജീവിച്ചാൽ ക്രിസ്തു, മരിച്ചാൽ ലാഭം. To live is Christ and dying is gain. രണ്ടാമത് ദ പാറ്റേൺ ഓഫ് ക്രിസ്തീയ ജീവിതത്തിന്റെ മാതൃകയാണ്. And the second chapter talks about the pattern or the example of Christian living. എന്താണ് 2:4 നമ്മൾ വായിക്കുന്നത്? What do we see in 2 verse 4? ഓരോരുത്തരും സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണം കൂടെ നോക്കണം. Let not each one look for his own interests but for the interests of others. അത് നല്ലൊരു ട്രാൻസ്ലേഷനാണ്. ഇൻട്രസ്റ്റ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ ഇൻട്രസ്റ്റോടെ ശ്രദ്ധിക്കണം. You should also consider the interests of others. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിന്റെ ലക്ഷ്യമാണ് അല്ലെങ്കിൽ അതിന്റെ മൂല്യമാണ്. And the third chapter it talks about the price of the Christian living or the reward for it. 3:14 നമ്മൾ വായിക്കുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ അവന്റെ വിരുദിന്റെ പരമവരുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു എന്നാണ്. In 3:14 Paul says, I press toward the goal for the prize of the upward call of God in Christ Jesus. 4-ാമത്തെ അധ്യായത്തിൽ the power ക്രിസ്തീയ ജീവിതത്തിന്റെ ശക്തിയാണ്. And the 4th chapter it talks about the power of the Christian life. എന്താണ്? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവും. Because I can do all things to Christ who strengthens me. നമ്മുടെ തീം 2-ാമത്തെ അധ്യായമാണ്. And our theme today is chapter 2. എന്താണ് അവിടെ പറയുന്നത്? The pattern of Christian living. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ മാതൃക. The pattern of Christian living. ഈ 2-ാം അധ്യായത്തിൽ പൗലോസ് 4 ഉദാഹരണങ്ങൾ നൽകുന്നുണ്ട്. And there are 4 examples that Paul gives in this chapter. ഒന്നാമത് കർത്താവായ യേശുക്രിസ്തുവാണ്. First example is the Lord Jesus himself. അത് 2-ാം അധ്യായം 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ കാണാൻ കഴിയും. That's what we read in from verses 4 to 11. രണ്ടാമത് അപ്പോസ്തലനായ പൗലോസ് ആണ്. അത് 2-ാം അധ്യായം 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ കാണാൻ The കഴിയും. second example is the apostle Paul himself from verse 12 onwards. മൂന്നാമത് തിമോത്തിയോസിനെ കുറിച്ചാണ് പറയുന്നത്. അത് 2-ാം അധ്യായം 19 മുതൽ 24-ാമത്തെ വാക്യം വരെ കാണാം. And then Paul talks about Timothy from verse 19 onwards. ലാസ്റ്റ് ആൾ എപ്പപ്രോദിത്തോസ് എന്ന് പറയുന്ന ആളാണ്. 2-ാം അധ്യായം 25 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിലാണ്. And from verse 25 onwards Paul talks about Epaphroditus. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് the mind of Christ എന്നുള്ള കാര്യമാണ്. So here in verse 5 we read about the mind of Christ. നമുക്കൊന്ന് വായിക്കാം വാക്യം. 2-ാമത്തെ അധ്യായം 5-ാം വാക്യം. Chapter 2 verse 5. 2 verse 5. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങൾ ഉണ്ടായിരിക്കണം. ഈ വേർഷൻ എങ്ങനെയാ കൊടുത്തിരിക്കുന്നത് വായിച്ചേ? English it's let this mind be in you which was also in Christ Jesus. Okay. Any other version? വേറെ ഏതെങ്കിലും വേർഷൻ ഒന്ന് വായിക്കാമോ? Make your own attitude that of Christ Jesus. അത് നല്ലൊരു ട്രാൻസ്ലേഷൻ. ഏതാ ട്രാൻസ്ലേഷൻ? HCSB. ആറ്റിറ്റ്യൂഡ് ഓഫ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ മനോഭാവം. The attitude that Christ had. നമുക്കൊക്കെ കുടുംബത്തിൽ എങ്ങനെ ആയിരിക്കണ്ടേ? ആറ്റിറ്റ്യൂഡ് ഓഫ് ക്രൈസ്റ്റ്. യേശുവിന്റെ മനോഭാവം. How should we behave within our families with the attitude of Christ? ഇത് പ്രസംഗിക്കാൻ എളുപ്പമാണ്. This is easy to preach on, പക്ഷെ പ്രാക്ടിക്കൽ ആകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. but it's very difficult to implement. നമുക്ക് ഇതിന്റെ എക്സ്പോസിഷനിലേക്ക് ഒന്ന് പോകാം. അതിന്റെ ആ ഡെപ്തിലേക്ക് ഒന്ന് പോകാൻ പോവാം. Let us just go into the exposition of this text. നമ്മുടെ ഓരോ കുടുംബങ്ങളും യേശുക്രിസ്തുവിന്റെ മനസ്സുള്ള കുടുംബങ്ങളായിരിക്കണം. Each of our families, it should be a family that has the mind of Christ. ഒരു ചർച്ചിന്റെ ലീഡറിന്റെ കാഴ്ചപ്പാട് എത്രയാണോ അതാണ് ചർച്ചിലുള്ള മെമ്പേഴ്സിന്റെ കാഴ്ചപ്പാട്. What is the vision or the spiritual vision that the leader of the church has,
that is the limit of the members of the church. They will also have that same vision. ഒരു കുടുംബത്തിന്റെ തലവനായ ഭർത്താവിന്റെ കാഴ്ചപ്പാട് എത്രയാണോ അത്രയുമാണ് ഭാര്യയ്ക്കും മക്കൾക്കും ഉണ്ടാകുകയുള്ളൂ. And what is the spiritual vision that the head of the family, the husband has? That is what that whole family's spiritual vision is going to be. ഒരു കമ്പനിയുടെ ജനറൽ മാനേജർ അല്ലെങ്കിൽ HR ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡിന് എന്താണോ കാഴ്ചപ്പാട് അതനുസരിച്ചായിരിക്കും ആ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ ആൾക്കാർക്കും ഉണ്ടാകാൻ പോകുന്നത്. And if you look at even in corporate companies, what the leadership, what is the vision they have, the attitude they have, that is going to trickle down into the employees. ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. There's a problem here. ഈ ഫിലിപ്പി ലേഖനം നമ്മൾ ശ്രദ്ധിച്ചാൽ If you look at Philippians, ദൈവരൂപത്തിലിരിക്കുക എന്നാണ്. Form of a God. he's talking about the form of God. എനിക്കറിയാം വളരെ വിവാദമാകും. I know it's a controversial topic. യഹോവ സാക്ഷികളും ക്രിസ്റ്റാഡൽഫിയൻസും ഒക്കെ ഈ വാക്യത്തെ വളരെ തെറ്റായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. The Jehovah's Witnesses and the Christadelphians, they interpret this verse in a wrong way. ഞാൻ അതിനെ ഒരു സമ്മറൈസേഷനാണ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ആ വാക്യത്തിന്റെ ഒരു സമ്മറൈസേഷനാണ്. So I brought in a summary of this verse. ഞാൻ അതിനേക്കാളും പ്രത്യേകമായിട്ട് രണ്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോവുകയാണ്. So I want to look at two aspects of this text. ഒന്നാമത്തെ കാര്യം, യേശു ക്രിസ്തു തന്നെ താൻ ശൂന്യനാക്കി. The first thing is that he emptied himself. രണ്ടാമത്തെ കാര്യം, യേശു തന്നെ താൻ ഒഴിച്ചു. And the second, that he humbled himself. ഇത് ഭയങ്കര പ്രശ്നമായ രണ്ട് വാക്കാണ്. These are misinterpreted a lot. യേശു തന്നെ താൻ ഒഴിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? What does it mean that he emptied himself? തന്നെ താൻ താഴ്ത്തി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? And what does it mean that he humbled himself? നമുക്ക് ഈ പ്രപഞ്ചത്തെ കുറിച്ച് അറിയാം അല്ലേ? We know about this whole creation. ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് കാണിക്കാം. ജസ്റ്റ് വാച്ച്. ഒരാൾ അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ പ്രപഞ്ചത്തിലേക്ക് വിടുകയാണ്. It goes like this. അതിൻ്റെ പോകുന്ന ഫ്ലൈറ്റ് പോകുന്ന ദൂരത്തേക്കാൾ ആകാശമേഘങ്ങളെക്കാൾ മുകളിലേക്ക് ആ മൊബൈൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയുടെ ഉപരിതലം കവർ ചെയ്തു. നമ്മൾ അധിവസിക്കുന്ന ഭൂമി മാറി. സോളാർ സിസ്റ്റം ഒക്കെ ചേഞ്ച് ചെയ്തു. അടുത്ത ഗ്രഹത്തിലേക്ക് പോവുകയാണ്. ജസ്റ്റ് ഈ ഭൂമി മാത്രമായിട്ട് ഇങ്ങനെ കണ്ടാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, എന്തോ വലിയ അത്ഭുതമാണ് ഇവിടെ സംഭവിക്കുന്നത്. If we just look at the creation, we know that how wonderful and great it is. നമ്മുടെ ഭൂമി മാത്രമായിട്ട് തോന്നുന്നു നോക്കി. Just look at our own planet Earth. ഇതിനകത്ത് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ സയൻസ് പഠിക്കുന്നവരാണല്ലോ. You are all students. ഗ്രഹങ്ങളിൽ ഏറ്റവും ചെറുത് ഏതാണ്? Which is the smallest planet? Which is the smallest planet? You know? Mercury. Is it right? Sure. Yes. അല്ലേ? Pluto. അത് പണ്ടായിരുന്നു. ഞങ്ങൾ പഠിക്കുമ്പോൾ സയന്റിസ്റ്റ് പറഞ്ഞത് പോയി, ഇപ്പൊ ഇല്ല എന്നാ പറയുന്നത്. So Pluto has been devalued to not be a planet. പക്ഷെ ഇപ്പൊ പുതിയ ഒരെണ്ണം കൂടെ വന്നു. But now one more has come. 9 ആയി. Now again there are 9 planets. ഏറ്റവും വലുത് ഏതാണ്? Which is the largest planet? ജൂപ്പിറ്റർ. Jupiter. അല്ലേ?
അപ്പൊ നിങ്ങൾ ഇനി നിങ്ങളുടെ ചിന്തയിലേക്കൊന്ന് വരാൻ പോവാണ്. ഇത്ര വലിയ ലോകം, പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയ ദൈവം, So just think about God who has created the entire universe. ആ ദൈവം ഒരു മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. That God came down as a man to earth. ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയ ദൈവം ഏറ്റവും ചെറുതായി ഒരു മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. And the God who created the entire universe, he became a human being. ആ ദൈവം ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു ചെറിയ കുഞ്ഞായിട്ട് ജനിച്ചു. And he was born as a small baby. He took flesh in the mother's womb. ഏറ്റവും ചെറിയ ഒരു രാജ്യത്താണ് ജനിച്ചത്. He was born in a very small country. ഈ ഭൂമിയിലാണ് ജനിച്ചത്. He lived in this earth. ഒരു ചിന്തകൻ ഇങ്ങനെയാണ് പറഞ്ഞത്. നീൽ ആംസ്ട്രോങ് എന്ന് പറയുന്ന ആ മനുഷ്യനോട് പത്രപ്രവർത്തകർ ചോദിച്ചു, And the press reporters, they asked Neil Armstrong, താങ്കൾ ചന്ദ്രനിൽ എത്തി എന്ന് പറയുന്നത് ഭയങ്കര അത്ഭുതകരമായ കാര്യമല്ലേ? that you walked on the moon, that's such a great thing. അപ്പൊ അദ്ദേഹം പറഞ്ഞു, So he replied, ഞാൻ ഭൂമിയിൽ നിന്ന് ചന്ദ്രനിൽ എത്തിയത് വലിയ കാര്യമൊന്നുമല്ല. I came to the moon, that's not so big a thing. എന്നാൽ ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയ ദൈവം ഈ ഭൂമിയിലേക്ക് വന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. The biggest thing is that the God who created the universe, he walked on the earth. എന്തൊരു അത്ഭുതം ഓർത്തു നോക്കി. What a great miracle that is. അപ്പൊ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് യേശു ക്രിസ്തു തന്നെ താൻ ത്യജിച്ചു. And here Paul is saying that Christ emptied himself. അതുകൊണ്ട് ഞങ്ങളുടെ ഫാമിലിയുടെ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയുടെ തീം എന്താണെന്ന് അറിയാമോ? So what is the theme that we should implement in our family? ഞാനൊരു മോഡേൺ വേർഷനിൽ നിന്ന് എടുത്തിരിക്കുന്ന റെഫറൻസ് ആണിത്. This is a reference from a modern version. എന്താണ്? എൻ്റെ എൻ്റെ ഒരു ഇൻട്രസ്റ്റ് അല്ല, പേഴ്സണൽ ഇൻട്രസ്റ്റ് അല്ല ഏറ്റവും ഇമ്പോർട്ടന്റ്, മറ്റുള്ളവരുടെ ഇൻട്രസ്റ്റ് ആണ് ഏറ്റവും നല്ലത്. That is, don't look out merely for your own personal interest, but also for the interests of others. പക്ഷെ നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുന്നത്? But what do we usually do? ഭാര്യയ്ക്ക് ചൂട് വളരെ കൂടുതലായതുകൊണ്ട് ഫാൻ എപ്പോഴും വേണം. And the wife feels very hot, so she always needs the fan. ഭർത്താവിനാണെങ്കിൽ തണുപ്പാണ്, അതുകൊണ്ട് ഫാൻ കുറച്ചിടണം. But the husband feels cold, so he wants the fan to be on low speed. വഴക്കാണ്. So there's a fight over it. കുറച്ചിട്ട് He will say, reduce the speed. പുള്ളിക്കാരി പറയും ഇച്ചിരി കൂട്ടിയിടെ. She will say, increase the speed. വഴക്കുണ്ടാക്കാറില്ലേ? Doesn't this happen? യെസ്, അങ്ങനെ ഉണ്ടാകാറുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മുടെ ഇൻട്രസ്റ്റ് അല്ല, മറ്റുള്ളവരുടെ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. But we need to not just look our own personal interests, but also the interests of others. ഓക്കെ, ഇപ്പൊ ഇവിടെ ഒരു ഗെയിം നടക്കാൻ പോവാണ്. So we are going to play a game now. എനിക്ക് ഇവരെ രണ്ടുപേരും ഭയങ്കര ഇഷ്ടമാണ്. I like these two kids here. Come on here. ഓക്കെ, ഇവർ രണ്ടുപേരും ചെയ്യാൻ പോകുന്നൊരു കാര്യമുണ്ട്. And they are going to do one thing. ഇവരുടെ മനസ്സിൽ അങ്കിള് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട്. In their mind, they have certain thing that uncle is going to do. എന്ന് പറഞ്ഞാൽ അങ്കിള് തവളെ പോലെ ചാടണമെങ്കിൽ ചാടും. If they think in their mind, uncle is going to jump like a frog, he will jump. അങ്കിള് പറയാണ്, ഈ അങ്കിള് കുരങ്ങിനെ പോലെ ഇങ്ങനെ മരത്തെ കയറണം എന്ന് പറയുവാണെങ്കിൽ അങ്കിള് കുരങ്ങിനെ പോലെ കയറും. And if they think in their mind that uncle is going to climb like a monkey on a tree, he is going to do that. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ പോയിരുന്ന് ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുക. You both of you decide, talk to each other and decide what uncle should do. Okay? Okay, then I'll do that. Okay? ഈ അങ്കിൾ എന്ത് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. You can imagine anything. You can tell to me, okay, and then I'll do the same. Do they have a time limit? No, just you have to tell. You have to tell now. Okay, you can tell loudly because everyone has to hear that what I am going to do. Walk funnily. Walk funny. That's all. Very simple. Very simple. You can do it some faster one or difficult one. I know what to do. Yeah, you can tell. Do you need Jump like a frog. Okay, I am ready to do that.
But before that, you have to read Matthew 7:12. You go and read the Bible. Matthew 7:12. Read your Bible. Matthew 7:12. You have to read Matthew 7:12. Matthew 7:12. Therefore, whatever you want men to do to you, do also to them, for this is the law and the prophets. This is the family hit. So, you have to do what I wanted to do. That's the same words it is telling like that. Read Matthew 7:12. Yeah, you become frog. Therefore, whatever you want men to do, do also to them, for this is the law and the prophets. Get up. Both of you. Become frog and jump. Yeah. So, okay. Jump. Okay. Yes. 1, 2. Okay, very good. This is a gift for you, okay? Okay. Right. പലപ്പോഴും ഞങ്ങളിത് ഫാമിലി ഗെറ്റ് ടുഗദറിനോട് ചെയ്യുന്ന ഒരു ഗെയിമാണിത്. We often do this game in our place there. ഇനിയിപ്പം നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഓൾറെഡി എൻ്റെ സീക്രട്സ് മനസ്സിലായി. It can be only done once. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മറ്റുള്ളവർ നമുക്ക് എന്ത് ചെയ്യണോ നമ്മൾ ആഗ്രഹിക്കുകയാണ്. What we desire others to do for us, എന്നെ അദ്ദേഹം ഒന്ന് ബഹുമാനിക്കണം. that person should honor me. പക്ഷെ നമ്മൾ ബഹുമാനിക്കാറുണ്ടോ? But do we honor that person? നെവർ. Never. നമ്മൾ എപ്പോഴെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കണം. We should give some things to others. നമുക്ക് ലഭിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. We also have that desire that we should get. നമ്മൾ കൊടുക്കാറുണ്ടോ? But do we give? ബൈബിൾ പറയുന്നത് സ്വന്തം ഇൻട്രസ്റ്റ് അല്ല, മറ്റുള്ളവന്റെ ലക്ഷ്യം നോക്കണം. Bible is saying not your own interests but the interests of others. അതാണ് ഇൻകാർണേറ്റ് ഫാമിലി എന്ന് പറയുന്നത്. That is the family that follows the incarnate man. നമുക്കെല്ലാരും ചെയ്തു തരണമെന്നല്ല നമ്മുടെ ഇഷ്ടം. Not whatever we desire, മറ്റുള്ളവർക്ക് നാം ചെയ്തു കൊടുക്കണം. but that we must do for others' interest. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ കുടുംബം ഒരു ഇൻകാർണേറ്റ് ഫാമിലി ആകത്തില്ലേ? If we behave like this, wouldn't our family be an incarnate family? ഷുവർ അല്ലേ? Sure. നമ്മൾ റെഡിയാണോ? ആർ യു വില്ലിംഗ് ടു ഡു ദാറ്റ്? Are you willing for that? യെസ് ഓർ നോ? Yes or no? യേസിനൊരു പവർ ഇല്ലല്ലോ. ഞാൻ ഇത്രയും ദൂരം വന്നിട്ട് ഈ ക്ലാസ് എടുക്കുന്നത് അതിനൊരു ഫുൾഫില്ലിംഗ് ഉണ്ടാകണം. കാരണം ഓരോ ഫാമിലിയും ഒരു ഇൻകാർണേറ്റ് ഫാമിലി ആകണം. The purpose for this class is that every family in this church should become an incarnate family. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. We'll come back to our topic. രണ്ട് പ്രത്യേകമായ പദങ്ങളാണ്. There are two phrases mentioned here. ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ മാത്രമേ നമുക്ക് ഇൻകാർണേറ്റ് ആകാൻ പറ്റത്തുള്ളൂ. If we do these two things, only then we can be an incarnate family. ഒന്നാമത് he emptied himself. The first phrase is he emptied himself. എന്താ എംപ്റ്റി ചെയ്തേ? What did he empty himself of? You can answer, please. ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ ദൈവത്വമാണോ? Is it his deity? നോ, നോട്ട് അറ്റ് ഓൾ. ഒരിക്കലും അല്ല. കാരണം ദൈവത്വം യേശുക്രിസ്തുവിന് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. It is not his deity. ദൈവത്തെ ഉപേക്ഷിക്കാൻ പറ്റുമോ? തിയോളജിക്കൽ വേർഡ് ഉപയോഗിക്കുന്നത് ഇൻസെപ്പറബിൾ റിലേഷൻഷിപ്പ് എന്നുള്ള പദമാണ്. ഒരിക്കലും വേർതിരിക്കാൻ പറ്റത്തില്ലാത്ത ബന്ധമാണ്, അല്ലെങ്കിൽ നേച്ചറാണ് യേശുക്രിസ്തുവിന്റെ ദൈവത്വം എന്ന് പറയുന്നത്. So the deity of Christ is inseparable from him. ഇനി ശൂന്യനാക്കി എന്ന് പറയുന്നത് എന്താണ്? ഹ്യൂമൻ നേച്ചർ ആണോ? So what did he empty himself of? Is it his human nature? നോ, നെവർ.
ആണോ? അല്ല. അപ്പൊ പിന്നെ എന്താ ശൂന്യമാക്കി? Then what did he empty himself of? പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ലാത്തൊരു കാര്യമുണ്ട്. There's one thing we do not understand. ഞാൻ മതിലേൽ കിളുത്ത ആളാണ്. ഞാൻ മതിലേ കിളുത്ത ക്രിസ്ത്യാനിയാണ്. എന്നെ പീരിയോഡിക്കൽ എന്താ പാട്രിയാർക്കൽ. Okay, I am a ഹൈ ക്ലാസ് high class Christian from generations. എൻ്റെ ഫോർ ഫാദേഴ്സ് ആണെങ്കിൽ ബ്രദറൻ ചർച്ച് സൈമൺ സാറിന്റെ കാലത്തുണ്ടാവും. And my forefathers were there in KV Simon's church. നല്ല കാര്യമാണ്. It's a very good thing if it was so. അതിന്റെ അർത്ഥം അടുത്തുള്ള ആളിനെ കാണുമ്പോൾ താഴെ കാണണമെന്നുള്ള അർത്ഥം. But that doesn't mean the first generation Christian is any lower than you. നീ എവിടെ ജനിക്കണം നീ അല്ല തീരുമാനിച്ചേ. You did not decide where you are going to be born. ഏത് അപ്പന്റെ അമ്മയുടെ മകനായിട്ട് ജനിക്കണമെന്ന് നീ അല്ല ഡിസൈഡ് ചെയ്തത്. You did not decide who your parents were going to be. നീ ബ്രദറൻ കുടുംബത്തിൽ ജനിക്കണോ വേണ്ടായോ എന്ന് തീരുമാനിച്ചത് നീ അല്ല. You didn't decide to be born in a brethren house. നിന്റെ മുഖം കറുത്തതാണോ വെളുത്തതാണോ തീരുമാനിച്ചത് നീ അല്ല. You didn't decide the color of your skin. നിന്റെ മുഖത്തിന്റെ അകത്തുള്ള ഈ വായ്ക്കകത്തുള്ള പല്ലിന്റെ ഡിസൈൻ എങ്ങനെയാണെന്ന് നിനക്ക് തീരുമാനിക്കാൻ പറ്റില്ലായിരുന്നു. You didn't decide what the shape of your teeth is going to be like. നിന്റെ ചെവിയുടെ ഷേപ്പ് എന്തായിരിക്കണം നിനക്ക് ചോയ്സ് ഇല്ലായിരുന്നു. You didn't choose your body how it was. നീ ക്രിസ്ത്യാനിയായിട്ട് ജനിക്കണോ ഹിന്ദുവായിട്ട് ജനിക്കണോ ഏത് ജാതിയിൽ മതത്തിൽ ജനിക്കണോ എന്ന് നിനക്കൊരു ചോയ്സും ഇല്ലായിരുന്നു. You didn't choose whether you were born in a Hindu family or a Christian family. അങ്ങനെ ചോയ്സ് തന്നായിരുന്നേ നമ്മൾ എവിടെ ജനിച്ചേനെ? If the choice was given, where would we be born? Rachel, where was your plan? You don't have any plan. No plan. ഞങ്ങളുടെ ചർച്ചിൽ ഞാൻ ചോദിച്ചു ഇതേ ക്വസ്റ്റ്യൻ ഞങ്ങളുടെ ചർച്ചിൽ ഞാൻ ചോദിച്ചു എവിടെ ജനിക്കും? If you had the choice to be born in any family, എൻ്റെ ചർച്ചിലുള്ള വളരെ തിങ്കിങ് പ്രോസസ്സുള്ള ഒരുത്തൻ പറഞ്ഞു അങ്കിളെ ഞാൻ ജനിക്കാറുണ്ടെങ്കിൽ US ജനിക്കുള്ളായിരുന്നു. so one person in our church, he said, I would have been born in US somewhere. അപ്പോൾ ഞാൻ എന്താ അതിന് കാരണം? I asked him why. എൻ്റെ അപ്പനൊരു റബ്ബർ വെട്ടുകാരനാണ്, അതുകൊണ്ട് എനിക്ക് അതിനേക്കാളും ബെസ്റ്റ് എനിക്ക് അമേരിക്ക ജനിക്കണമെന്നായിരുന്നു. And my father is a rubber tapper. I desired I should have been born in US. കോംപ്ലക്സുകൾ പലർക്കും ഉണ്ടാകാം. So many complexes can be there in people. പക്ഷെ നമ്മൾ ഓർക്കണം നമ്മൾ എവിടെ ജനിക്കണമെന്ന് തീരുമാനിച്ചത് നമ്മളെ അല്ല. But we are not the ones who have the choice of deciding where to be born. നമ്മൾ അങ്ങനെ നല്ലൊരു കുടുംബത്തിൽ ജനിക്കാൻ ഇടയായതുകൊണ്ട് ദൈവത്തോട് നന്ദി പറയുക ചെയ്യേണ്ടത്. If you are born in a godly family, that is something you should give thanks to God for. അല്ലാതെ ബാക്കിയുള്ള ആളുകളെ ഇടിച്ച് താഴ്ത്തുകയോ അവർ കഴിവില്ലാത്തവരാണെന്ന് പറയുകയോ ചെയ്യല്ല ചെയ്യേണ്ടത്. And not to think and look at other people who do not have that as if they were somewhere down. അപ്പൊ നമുക്കൊരു ചോയ്സും ദൈവം തന്നില്ല. God has not given us this choice. പക്ഷെ നമ്മൾ ശൂന്യമാക്കാൻ പലപ്പോഴും നമുക്ക് മനസ്സില്ല. But we do not want to empty ourselves. നമ്മുടെ എന്താണ് പറയാ വൈറ്റ് കോളർ ജോബ് വിട്ടിട്ട് ഡൗൺ ടു എർത്തിലേക്ക് പോകാൻ നമുക്ക് പലപ്പോഴും പറ്റുന്നില്ല. We do not want to leave our white collar position and come down and do the dirty job. ഞാൻ സിമ്പിൾ ചോദ്യം ചോദിക്കും. I'll ask a simple question. ഈ വില്ലേജിൽ പോയി അവരോട് ചേർന്നിരുന്ന് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? If you go to a village, would you be able to sit along with them and have food with them? ഉത്തരം പറയണ്ട, എന്നോട് പറയണ്ട, ദൈവത്തിന് മുമ്പാകെ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്താൽ മതി. You don't have to answer out loud. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഗ്രാമത്തിലെ തെലങ്കാന ഗ്രാമത്തിന്റെ സെയിം സിറ്റുവേഷൻ ആണ് ഞങ്ങളുടെ കന്നഡ ഗ്രാമങ്ങൾ. I think the situation of villages is quite similar in Telangana and Karnataka. നമ്മൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ ആ സ്മെല്ല് പോലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. When you go to those places, sometimes you cannot even sit there because of the smell. ആ താണജാതിയിൽപ്പെട്ട ആളുകളോട് ചേർന്ന് ഭക്ഷണം കഴിക്കാൻ നമുക്ക് പറ്റത്തില്ല. You won't be able to eat together with them. നമ്മൾ പറയുന്നത് എന്താ? What do we talk about? നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. We are the children of God. നമ്മൾ ഭയങ്കര പദവിയുള്ളവരാണ്. We have been exalted to a high position. എന്ത് പദവി? What position? യേശുക്രിസ്തുവിന് ഇതെല്ലാം ഉണ്ടായിട്ടും അതെല്ലാം ത്യജിച്ചിട്ട് ഈ ലോകത്തിലേക്ക് വന്നു. Jesus Christ was at the highest position. He left that and he came here to this earth. എന്താണ് യേശുക്രിസ്തു ത്യജിച്ചത്? What did he empty himself of? വായിക്കാം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 4-ാം വാക്യം. John 17:4. I have
glorified thee on the earth. I have finished the work which thou gavest me. Verse 4 and 5. And now, O Father, glorify thou me with thine own self, with the glory which I had with thee before the world was. ഓ, അത് ഭയങ്കര പവർഫുൾ വേഴ്സാണ്. That's a powerful verse. ദൈവമേ, എനിക്ക് അങ്ങയുടെ സന്നിധിയിൽ ഉണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ മഹത്വപ്പെടുത്തണമേ. He's requesting the Father to glorify me together with yourself. അപ്പൊ യേശുക്രിസ്തു ത്യജിച്ചത് ദൈവത്വമല്ല. So Jesus did not empty of his deity. യേശുക്രിസ്തു ത്യജിച്ചത് തന്റെ മഹത്വമല്ല, തന്റെ മനുഷ്യത്വമല്ല. He didn't remove his humanity. യേശുക്രിസ്തു ത്യജിച്ചത് തന്റെ മഹത്വമാണ്. But what he emptied himself was the glory. നിങ്ങൾ ഓർത്ത് നോക്കിയ ആ ഗ്ലോറി, ആ സ്വർഗത്തിലുണ്ടായിരുന്ന ഗ്ലോറി, ആ മഹത്വം യേശുക്രിസ്തു അല്പസമയത്തേക്ക് വേണ്ടാന്ന് വെച്ചു. And the glory that he had before in heaven, for some time he has emptied himself of that. യേശുക്രിസ്തു അതേ ഗ്ലോറിയോടുകൂടി ഈ ലോകത്തിലേക്ക് വന്നായിരുന്നെങ്കിൽ, If he had come to this earth with that same glory that he had, പീലാത്തോസിന് മുമ്പിൽ നിൽക്കാൻ പറ്റുമോ? would he be able to be standing in front of Pilatus like that? യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് വായിക്കുന്നുണ്ട്. In John we read like this, യേശുവിന്റെ കന്നത്ത് അവർ അടിച്ചു. that they slapped Jesus. യേശു ചോദിക്കുകയാണ്, And Jesus asks, എന്നെ അടിച്ചത് എന്തിനാ? why did you hit me? ഈ മഹത്വമുള്ള കർത്താവിന് അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? Does this glorified God need to ask like that? പീലാത്തോസ് പറയാണ്, എനിക്ക് നിന്നെ ക്രൂശിക്കുവാനോ എനിക്ക് നിന്നെ വിട്ടയപ്പാനോ അധികാരമുണ്ട് എന്ന് നിനക്കറിയാമോ? And Pilate is telling him, don't you know I have the authority to crucify you? ഉടനെ കർത്താവ് എന്താ പറഞ്ഞേ? What did Jesus say then? മേലിൽ നിന്ന് നിനക്ക് അവകാശം കിട്ടിയില്ലെങ്കിൽ ഒരു അവകാശവും നിനക്കില്ല. If this authority was not given from above, then you would have no authority over me. പീലാത്തോസിനോട് വേണേ നമ്മളായിരുന്നേ പറഞ്ഞേനെ, If we were there in front of Pilatus, we might have said, 3 ദിവസം കഴിയട്ടെ നിന്നെ ഞാൻ എടുത്തോളാം. just wait for 3 days, then we will see. ഞാൻ ആരാന്ന് നിനക്കറിയാമോ? Do you know who I am? ഇവിടുത്തെ തെലങ്കാനയിലെ പോലീസ് ഓഫീസർ എന്റെ കസിനാണ്. Yeah, this so-and-so police officer is my cousin brother. എന്റെ ഫസ്റ്റ് കസിനാണ് ഇവിടുത്തെ MLA. And the MLA is my first cousin. നീ എന്നെ അടിക്കാൻ വന്നിരിക്കുക? You have come to beat me? ഞാൻ ഇപ്പൊ ജയിലിലോട്ട് പോട്ടെ, ഞാൻ ആരും നിന്നെ കാണിക്കാം. Even though I am going to jail right now, but I will show you what I am. യേശുവിന് പറയത്തില്ലേ? We will speak like that. പക്ഷെ യേശു പറഞ്ഞില്ല. But Jesus didn't. എന്താ യേശു പറഞ്ഞെന്നറിയോ? പത്രോസ് പറയുന്നത്, What Peter said, കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറഞ്ഞില്ല. he was enduring suffering, but he did not threaten back. പീലാത്തോസിന് ഒരു ത്രട്ടൺ ചെയ്യാനുള്ള എല്ലാ റൈറ്റും ഉണ്ടായിരുന്നു. And he had the right to threaten Pilate. അടുത്ത വായിക്കുന്നത്, ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഫലമേൽപ്പിച്ചതാണ്. But he entrusted himself to the one who judges righteously. നമുക്ക് പലപ്പോഴും കർത്താവിന്റെ മഹത്വം ത്യജിച്ച് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ല എന്ന് പറയുന്നത് എത്ര ദാരുണമാണ്. And we are not able to understand how much he had given up, emptied himself of his glory. കർത്താവിന്റെ അതേ സെയിം ഗ്ലോറിയോടുകൂടി ഈ ഭൂമിയിലേക്ക് കർത്താവ് അവതരിച്ചതായിരുന്നെങ്കിൽ ആർക്കും കർത്താവിനെ ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ലായിരുന്നു. And if he had come to earth with all that glory, then nobody would have been able to even speak to him. പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നത്, അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, And Paul talks about it like this. അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു എന്നാണ്. If they had known, that they would not have crucified the Lord of glory. ഈ വാക്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ആ വാക്യങ്ങൾ എടുത്തു വായിക്കാതെ മുമ്പോട്ട് പോകുന്നത്. So since we are all familiar with these verses, I am going ahead. അറിഞ്ഞിരുന്നു എങ്കിൽ അവർ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. Paul says that if they had known, then they would not have crucified the Lord of glory. കാരണം എന്തോ ഒരു ഗ്ലോറിയാണ്. Because that was the kind of glory he had. രണ്ടാമത് യേശു ശൂന്യനാക്കിയത്, Second thing that he emptied himself of, നമുക്ക് വായിക്കാം മാത്യു 27:45 and 46. Matthew 27. 45 and 46.
എന്താണ്? പിതാവിനോട് കർത്താവ് ചോദിക്കുകയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? Jesus is asking God the Father, my God, why have you forsaken me? എന്താ ചോദിക്കുന്നത്? What is the question? യേശു പ്രാർത്ഥിച്ചതിനൊക്കെ മറുപടി കിട്ടിയിട്ടുണ്ട്. Jesus always, his prayers were answered. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നിട്ടില്ലേ? Haven't our prayers also been answered? ഉണ്ടോ? എണ്ണമറ്റ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നിട്ടുണ്ട്. How many prayers we have got answered? പക്ഷെ ഈ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ഇല്ല. But this prayer was not answered. എന്താ പ്രയർ? What's the prayer? എന്നെ എന്തുകൊണ്ട് കൈവിട്ടു എന്ന് പറഞ്ഞാൽ പിതാവിനോട് ഒരുമിച്ചുള്ള പ്രിവിലേജസ് എല്ലാം വേണ്ടെന്ന് വെച്ചു. Why did God the Father forsake him? So all the privilege he had with the Father, that he has emptied himself. ആ ക്രൂശിമേ കടന്നു തന്നെ പറയാണ്, എനിക്ക് ദാഹിക്കുന്നു എന്ന്. On the cross he is lying there and he says, I am thirsty. ദാഹിച്ചാൽ ഗലീലെ കടലിനോട്, യോർദാനോട് പറഞ്ഞാൽ ആ കടൽ അങ്ങനെ തന്നെ വന്ന് കർത്താവിന് ദാഹം ശമിപ്പിക്കുമായിരുന്നു. And if he desired, he would have commanded the river to come and just extinguish his thirst. എന്തെങ്കിലും ഉപയോഗിച്ചോ? But did he use any miraculous means? തനിക്ക് പേഴ്സണലി തന്റെ ലാഭത്തിന് വേണ്ടി എന്തെങ്കിലും പ്രിവിലേജസ് ഉപയോഗിച്ചോ? Ever has he used his miraculous powers to get his own personal interest? എന്തിനു വേണ്ടിയാ? What for the miracles were done? എന്തിനു വേണ്ടി അത് വേണ്ടെന്ന് വെച്ചേ? Why did he reject that? ആർക്കു വേണ്ടിയാ? For whom? കേട്ടില്ല. For the sinners. That is general word. For the world. That is also general word. I need a specific answer. For the church. That is also a general word. For me. For me. അതാണ് ഏറ്റവും പേഴ്സണൽ. യോഹന്നാൻ 3:16 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. In John 3:16 we read ലോകത്തെ സ്നേഹിച്ചു. that he loved the world. ലോകത്തെ സ്നേഹിച്ചു means? Loved the world means everyone. എല്ലാവരും സ്നേഹിച്ചു. He loved everyone. റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു ക്രിസ്തു നമ്മെ സ്നേഹിച്ചു. In Romans we read that he loved us. 5:8 നമ്മെ സ്നേഹിച്ചു. Romans 5:8 he loved us. എന്നാൽ ഗലേഷ്യൻസ് 2:20 പറയുന്നത് എങ്ങനെയാണെന്ന് അറിയുക? But in Galatians 2:20 it says read Galatians 2:20 എന്നെ സ്നേഹിച്ചു. it says that he loved me. It's very familiar and favorite verse in my life. I am crucified with Christ, nevertheless I live, yet not I, but Christ liveth in me. And the life which I now live in the flesh, I live by faith. Christ loved Galatians By the faith of Son of God, who loved me and who loved to me. ആരെ സ്നേഹിച്ചു? എന്നെ. നമ്മൾ ആരാധനയ്ക്ക് എന്താ പറയുന്നറിയോ? ആരാധനയ്ക്ക് what do we say during times of worship? കർത്താവേ നീ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി വന്നു. എന്നാ ഗുണം? Lord, you came down for us. എന്റെ വലിയ വലിയപ്പന്മാര് മർത്തോമക്കാരായിരുന്നു. My great grandfather and all, they were from Marthoma. അവരെ ഇങ്ങനെ പറയും, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാ തമ്പുരാനെ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, മരണമില്ലാത്തവരെ ഞങ്ങളുടെ കരുണ മരണമില്ലാത്തവരെ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാ തമ്പുരാനെ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്താ? ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. നോ യൂസ്. And they keep on talking about for us, he has come for us. Every time എല്ലാ പ്രാവശ്യം പറയാണ് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി. Every time they use the word us. വല്ല പ്രയോജനമുണ്ടോ? What is the use of saying like that? Nothing. There's no use of saying like that. പക്ഷെ പൗലോസ് പറയാണ് എന്നെ സ്നേഹിച്ചു. But Paul is saying he loved me. അത് കുറച്ചുകൂടെ പേഴ്സണലാണ്. When you say about yourself, then it is personal. ആരാധനയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പറയേണ്ടതെന്ന് അറിയാമോ? കർത്താവേ അവിടുന്ന് എന്നെ എന്ത് ചെയ്തു? സ്നേഹിച്ചു. During times of worship, we have to acknowledge that he has loved us, not just he has loved me. എന്നെ പേഴ്സണലി ഭയങ്കര സ്ട്രൈക്ക് ചെയ്തൊരു പാട്ടുണ്ട്. And there's one song that has struck me very much. ആദ്യമെന്നെ അവൻ സ്നേഹിച്ചു, ആദിയുഗങ്ങൾക്ക് മുന്നമേതാ, അഗതിയവന്നെ ദൈവം,
അനുഗ്രഹിച്ചവകാശി ആക്കിയല്ലോ. എന്തു ഭാഗ്യം ജീവിതത്തിൽ, എന്ത് മോദമെന്നുള്ളത്തിൽ. എൻ പാപഭാരമെല്ലാം നീങ്ങിപ്പോയി, ഹല്ലേലൂയ. ആ പാട്ടിനകത്ത് ഏറ്റവും കൂടുതൽ പറയുന്നത് എന്നെ 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 എന്നുള്ളൊരു പദമാണ്. And that the song, it talks about the personal experience of that songwriter. അപ്പൊ ഇവിടെ വായിക്കുകയാണ്, യേശുക്രിസ്തു തന്റെ പദവികൾ, പിതാവിനോട് ഒരുമിച്ചുണ്ടായിരുന്ന പദവികൾ മുഴുവനും ആർക്കു വേണ്ടി ഉപേക്ഷിച്ചു? So here what is written, that he emptied himself of his glory and privileges with the Father. For whom did he empty himself? ഉറക്കെ പറഞ്ഞാട്ടെ, എപ്പോഴും ഓർക്കണം. This must be always remembered. നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാ തമ്പുരാൻ എന്ന് പറയുന്നതല്ല നല്ലത്. It's not to say for us he was crucified. എന്റെ കർത്താവേ, അവിടുന്ന് എനിക്ക് വേണ്ടിയായിരുന്നു മരിച്ചത്. It is to say he was crucified for me. മൂന്നാമത്തെ കാര്യം, The third thing, വായിക്കാം. യെശയ്യാവ് 53 1-2 വാക്യങ്ങൾ വായിക്കാം. Isaiah 53 verse 1 and 2. Isaiah 53. Isaiah 53 1 and 2. Who has believed our report, and to whom has the arm of the Lord been revealed? For he shall grow up before him as a tender plant, and as a root out of dry ground. He has no form or comeliness, and when we see him, there is no beauty that we should desire him. യേശുവിനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് തൻ്റെ സൗന്ദര്യമില്ലാത്ത ആൾ എന്നുള്ള അർത്ഥത്തിലാണ്. Here it is described of the suffering servant as someone who has no beauty. യേശു സുന്ദരനായിരുന്നോ അല്ലയോ? Was Jesus Christ beautiful? യെസ്. എത്ര ബ്യൂട്ടി ആയിരുന്നു? ആയിരങ്ങളിൽ. നമ്മൾ പാടുന്നുണ്ടല്ലോ, ടി കെ ശമർ സാർ എഴുതിയ പാട്ടുണ്ടല്ലോ, എന്താ? ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാം. ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാം. എത്രയോ ബ്യൂട്ടി ആയിരുന്നു അല്ലേ? How beautiful was our Lord Jesus. പക്ഷെ യേശു എംപ്റ്റി ചെയ്തു. എന്താണെന്നറിയാമോ തന്റെ ബ്യൂട്ടി? But the Lord emptied himself of that beauty. രണ്ട് പദങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാൻ പോവുകയാണ്. 2 verses just. യെശയ്യാവ് 52 അധ്യായം. In the previous chapter, Isaiah 52, അതിന്റെ 14 വാക്യം ഒന്ന് വായിച്ചേ. verse 14. As many were astonished at me, his visage was so marred. His visage wizard, okay. Then was so marred more than any man, and his form more than the sons of men. form. NASB പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, his appearance and his form. മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് അവന്റെ രൂപവും ആകൃതിയും. His visage and his form has been marred. ശ്രദ്ധിക്കണേ, യേശുവിന്റെ രൂപം കണ്ടാൽ ആരല്ല? If you look at his form, ആളല്ല. it doesn't look like a man. ആളല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അറിയാം? യേശുവിന്റെ രൂപം ചേഞ്ച് ആയി. That means his form was changed. രണ്ടാമത്തെ വേർഡ് അതിനേക്കാൾ ഭയങ്കര പവർഫുൾ ആണ്. ഹിസ് ഷേപ്പ്, അവന്റെ രൂപം കണ്ടിട്ട് മനുഷ്യൻ പോലും അല്ല. And his form was changed that he didn't even look like man. നിങ്ങൾ പാഷൻ ഓഫ് ക്രൈസ്റ്റ് കണ്ടിട്ടുണ്ടോ? Have you seen the movie The Passion of Christ? എനിക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, പക്ഷെ കണ്ടിട്ടില്ല ഇതുവരെ. I have a desire to see it. I haven't seen it yet. അതിനകത്ത് അതിന്റെ റൈറ്റപ്പ് ഞാൻ വായിച്ച ഇങ്ങനെയാണ്. I read a write-up about it. ഒരു കമന്റ് യൂട്യൂബിൽ ഒരു കമന്റ് ഞാൻ വായിച്ച ഇങ്ങനെയാണ്. I read the comment about it like this. ഇതൊരു ഫിലിമിൽ ഇത്രയും ഫീലാണ് ആ ക്രൂശീകരണത്തിന് ഞാൻ ഫീൽ ചെയ്യുന്നെങ്കിൽ അതിന്റെ ഒറിജിനൽ എന്തോ ഒരു വേദനയായിരിക്കും യേശു അനുഭവിച്ചത്. If in the film I am seeing so much of pain when it is being depicted, how it would have been in the original. യെശയ്യാവ് പ്രവചിച്ച് പറയാണ്, അവന്റെ രൂപം കണ്ടാൽ ആളല്ല, അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല. യേശുവിന്റെ ബ്യൂട്ടി മുഴുവൻ യേശു ത്യജിച്ചു. And Isaiah is saying that his visage was marred and his form was more not like even man. He rejected his beauty as well. ഇത് ലിറ്ററലി കറക്റ്റ് ആണോ?
Is this something that literally happened? യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിലേക്ക് വന്നേ. Verse 5. John 19:5. John 19:5. പീലാത്തോസ് പരിചയപ്പെടുത്തുകയാണ് യേശുവിനെ. Then Jesus came out wearing the crown of thorns and the purple robe, and Pilate said to them, And Pilate said to them, Behold the man. Behold the man. Behold man? the man. Which man? ഏത് മനുഷ്യനാ? 19-ാം അധ്യായം 1-ാം വാക്യം. അകത്തോട്ട് പോയ same man is coming back. The first verse of chapter 19, the man who went inside, so Pilate took Jesus and scourged him. യേശുവിനെ വാറ് കൊണ്ട് അടിപ്പിച്ചു എന്നാ 19 വായിക്കുന്നത്. There we read that Jesus was scourged with a whip. എന്താ ഇതിന്റെ അർത്ഥം? എന്താ എങ്ങനെയുള്ള വാറാണ്? What kind of a scourging was this? നിങ്ങൾക്കറിയാമോ? ഞാൻ യോഹന്നാന്റെ സുവിശേഷം ഓൺലൈനിൽ പഠിപ്പിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞു. അതിനുവേണ്ടി ഞാൻ കുറെ റിസർച്ച് ചെയ്തു. So I researched on this, how he was scourged. ഞാൻ ഗൂഗിളിൽ റിസർച്ച് ചെയ്തു. പിന്നീട് ജോസിഫസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ എഴുതിയ ആ ബുക്ക് ഞാൻ മേടിച്ചു. എന്നിട്ട് ഞാൻ അത് വായിച്ചു. I researched about this and I read the book from Josephus, how it was described. എന്നിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. And it is mentioned there. ഒരു നീളമുള്ള ഒരു വാറാണ്. It is a long whip. അതിനകത്ത് 5 ലെയർ ഉണ്ട്. ഇതിനകത്ത് ഓരോ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് 5 ലെയർ ഉണ്ട്. ഞാനത് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങളെ അടുത്ത ക്ലാസ്സിന് മുമ്പ് ഞാനത് കാണിക്കാം. 5 ലെയർ ഉള്ള വള്ളികളാണ് അതിനകത്തുള്ളത്. And it has 5 layers of strips of leather which is used to hit. ഈ 5 ലെയറിനകത്തും അതിൻ്റെ അറ്റത്ത് ഇരുമ്പിന്റെ കഷ്ണമോ മുള്ളിന്റെ കഷ്ണമോ അസ്ഥിയുടെ കഷ്ണമോ വെച്ചിരിക്കുകയാണ്. And these strips, they are fitted with iron and bones and sharp things, shrapnel kind of things to make it sharp. Come on, no problem. I will not make any issues of it. ഈ അടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ? ഈ വാർ കൊണ്ട് അടിക്കുമ്പോൾ ഈ 5 സ്ട്രിപ്സ് എന്ത് ചെയ്യുന്നറിയാമോ? ചുറ്റി ഇവിടെ അങ്ങ് പിടിക്കും. And when it is hit, all those sharp things, it goes and wounds around the body of that person. എന്നിട്ട് അവർ സ്നേഹത്തിലൊന്നുമല്ല പോയി എടുക്കുന്നത്. And then they won't gently take it off. അത് വലിച്ചു പറിക്കുക. They will just pull it off with all their might. Thank you. അപ്പോൾ കർത്താവിൻ്റെ ശരീരം നമ്മൾ വായിക്കുന്നുണ്ട്, എൻ്റെ മുതുക് ഉഴവുചാല് പോലെ നീളത്തിൽ കീറിയെന്നാണ് വായിക്കുന്നത്. And it says of his back that they made furrows on his back. ഞാനത് വായിച്ചപ്പോൾ ഇരുന്ന് കരഞ്ഞുപോയി. When I read that, I cried. ഞാൻ ഉറക്കെ കരഞ്ഞു. I cried out loud. കാരണം ഈ കരയാതിരിക്കാൻ പറ്റില്ല. Because I can't cry after reading that. അങ്ങനെ 39 അടി യേശുവിന്റെ ശരീരത്തെ അവരടിച്ചു. Like that, 39 lashes were put on his body. ഈ 5 ലെയർ ആണെന്ന് ഓർക്കണം. There are 5 layers on that whip. എന്തോ ഒരു വേദനയാണ് യേശു അനുഭവിച്ചത്. How much pain he must have endured. പിന്നെ രൂപം എങ്ങനെ മാറാതിരിക്കും? How will his form not be marred? ആയിരങ്ങളിൽ സുന്ദരനായവൻ, 10,000-ങ്ങളിൽ സുന്ദരനായിരുന്നവൻ, One who is more beautiful than thousands, 10,000s. ഇപ്പോ കണ്ടാൽ ആളല്ല. But now he doesn't even look like a man. യേശുവിനെ കണ്ടിട്ട് ആൾക്ക് മനസ്സിലായില്ല. They couldn't even recognize that this is Jesus. അതുകൊണ്ട് പീലാത്തോസ് പറയാണ്, "This is the same man which I have brought to you." So Pilate is calling and telling them, "Behold the man." അകത്തോട്ട് കൊണ്ടുപോയ സെയിം മനുഷ്യൻ പുറത്തോട്ട് വരികയാണ്. The person who went inside, it is that same person who is coming. അവർക്ക് ആർക്കും ആ മനുഷ്യനെ മനസ്സിലാകാൻ പറ്റുന്നില്ല. They couldn't even identify him. His body അവന്റെ was വസ്ത്രം so മാറി, marred. His clothes were changed. ധൂമ്ര വസ്ത്രമായി, തലയിൽ മുൾക്കിരീടമായി, അതുകൊണ്ട് പണിഞ്ഞു നിൽക്കുകയാണ്. And he is having a crown of thorns and that purple. ആണി അടിച്ചു തലയിൽ. He was the nails were pierced in his hand. 4 ഇഞ്ച് മുതൽ 5 ഇഞ്ച് വരെ നീളമുള്ള ആണിയാണ് ആ മുള്ളിന് ഉപയോഗിച്ചിരുന്നത്. And the nails are very huge, about 5-inch long nails. നമ്മുടെ കയ്യിൽ ഒരു മുള്ളു കൊള്ളുമ്പോഴുള്ള വേദന എന്തൊരു വേദനയാണ്. If we are just pricked by a thorn, how much pain we have. ഇത് മുഴുവൻ യേശുവിന്റെ തലയിലേക്ക് ആഴ്ന്നിറങ്ങിയായിരുന്നു. This huge nail is pierced, hammered into his hand. കണ്ടാൽ സുന്ദരനായിരുന്നവൻ ഇപ്പോൾ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമായി.
And the beautiful personality of Jesus, he has now become not even like a man. എൻ്റെ ചിന്ത ഹെബ്രായ ലേഖനത്തിലേക്ക് പോകുന്നു. ഹീബ്രൂസ് 12 ഒന്ന് വന്നേ. In Hebrews 12, 1 and 2. Verse 2. Read verse 2 only. Looking unto Jesus, the author and finisher of our faith, who for the joy that was set before him endured the cross, despising the shame, and is set down at the right hand of രണ്ട് പദങ്ങൾ അവിടെയുണ്ട്. 2 terms. there are two terms mentioned in this verse. ഒന്ന്, First, അപമാനം അലക്ഷ്യമാക്കി. he despised the shame. രണ്ട്, Second, ക്രൂശിനെ സഹിച്ചു. he endured the cross. അത് ഭയങ്കര വിശദീകരിക്കാൻ പോയാൽ ഒരു ദിവസം മുഴുവൻ വേണ്ടി വരും. Just elaborating on these two phrases would take an entire day. അപമാനം അലക്ഷ്യമാക്കി, He despised the shame. ക്രൂശിനെ സഹിച്ചു. He endured the cross. യേശുവിനെ എങ്ങനെ ക്രൂശിച്ചെന്നറിയോ? How did they crucify him? നമ്മളൊക്കെ ഫോട്ടോയിൽ കാണുന്ന യേശുവിന്റെ കയ്യിൽ ഇവിടെ ആണി അടിച്ചതായിട്ടാണല്ലേ? In the photos we see that the nail is pierced on the palm. ജോസഫസിന്റെ റൈറ്റിംഗ്സ് ഞാൻ വായിച്ചത് യേശുവിനെ ആണി അടിച്ചത് ഇവിടെയാണ്. But in actuality it is on the wrist that the nail is hammered. അതിന്റെ റീസണും ജോസഫസ് പറയുന്നുണ്ട്. And the reason why it is done here is, ഇവിടെ അടിച്ചാൽ കൈ വെയിറ്റ് മുഴുവൻ ഈ കാലിൽ നിൽക്കുമ്പോൾ ഈ കൈ കീറിപ്പോകും. and if you put it on the palm doesn't have enough to hold the weight of that body on that nail. എന്നാൽ ഇവിടെ എന്താണെന്നറിയോ, ഒരു ചെറിയ എല്ലുണ്ട്, അസ്ഥിയുണ്ട്, But- അതേ തങ്ങി നിൽക്കുകയാണ്. ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ തങ്ങി നിൽക്കും. But if you pierce on the wrist, then there is bone there, and the bone will withstand the weight of that body. നിങ്ങൾ ഓർത്ത് നോക്കിയ ഈ ഒരു കാലയിൽ മാത്രമായിട്ട് നമ്മൾ ഇങ്ങനെ എത്ര നേരം നിന്ന് കഴിയുമ്പോൾ ശ്വാസം എടുക്കാൻ പറ്റില്ല. And if you are in that crucified position, they would not be able to breathe. ഞാൻ ഒരു യൂത്ത് ക്യാമ്പിൽ അതിനെ വിഷ്വലൈസ് ചെയ്തു. ലിറ്ററലി ഒരാളെ ട്രെയിൻ ചെയ്തിട്ട് ഞാനത് വിഷ്വലൈസ് ചെയ്തു. In one of the previous youth camps, I did an experiment by making a person experience that. ഞാനത് വാക്കുകൾ പറയുമ്പോൾ അവിടെയുള്ള യൂത്ത്സ് മുഴുവൻ കരയായിരുന്നു. കാരണം അതുപോലൊരു ആംബിയൻസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഞാനത് പറഞ്ഞത്. And in that particular place, the children, they started crying there. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്നറിയാമോ? Why did I say this? യേശു ഏറ്റവും സുന്ദരനായവൻ തൻ്റെ ബ്യൂട്ടി മുഴുവൻ വേണ്ടാന്ന് വെച്ചു. And Lord Jesus gave up all his beauty. നാലാമത്തെ കാര്യം, താൻ ശൂന്യനാക്കിയത് തൻ്റെ റിച്ചസ് ആണ്. And the fourth thing he emptied himself of is his riches. വായിച്ച് 2 Corinthians 8:9 നമ്മൾ ആരാധനയ്ക്ക് ഏറ്റവും കൂടുതൽ വായിക്കുന്ന ഒരു വാക്യമാണ്. 2 Corinthians chapter 8:9. You know the generous grace of our Lord Jesus Christ, though he was rich, yet for your sakes he became poor, so that by his poverty he could make you rich. ഈ വാക്യം എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 100 തവണ കൂടുതൽ വായിച്ചിട്ടുണ്ട്. I've read this verse more than 100 times. പക്ഷെ ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല ആ വാക്യം. I still do not fully understand it. അവിടുത്തെ സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. The statement that is made here, I couldn't understand. എന്താണെന്നറിയോ? Why? നിങ്ങളുടെ ദാരിദ്ര്യത്താൽ It is because of your poverty യേശു ദരിദ്രനായി. that he became poor. ഇവിടെ ഒരു സെന്റിന് എത്ര വില, ഒരു സ്ക്വയർ ഫീറ്റിന് എത്ര വില ജോസ? 2 ലക്ഷം രൂപ. അയ്യോ, ചിന്തിക്കാൻ പോലും പറ്റുമോ? What's the rate of land today here? കുറച്ചുകൂടെ അങ്ങോട്ട് മാറിയാൽ എത്ര സ്ക്വയർ ഫീറ്റ് എത്ര ആവും? അങ്ങനെയാണെങ്കിൽ ഡൽഹിയിൽ നിന്നാണ് വന്ന ആളെന്ത്? ഈ തെലങ്കാന ഹൈദരാബാദിൽ ഇങ്ങനെയാണെങ്കിൽ ഡൽഹിയിലോട്ട് എത്തുമ്പോൾ എത്ര ആയിരിക്കും റേറ്റ്? What would be the rate of property in Delhi? നോക്കി ന്യൂയോർക്കിലോട്ട് ചെന്ന് നോക്കി, ന്യൂയോർക്കിലെ സിറ്റിയിലെ ഒരു ഫ്ലാറ്റിന് എന്നാ വില? What is the cost of a flat in New York? ഈ ഭൂമിയുടെ സ്വത്ത് മുഴുവൻ കർത്താവിന്റെ സ്വന്തമാണ്. The entire earth is the Lord's. ഭൂമിയും അതിന്റെ പൂർണ്ണതയും മുഴുവൻ ദൈവത്തിന്റെ. The earth and the fullness thereof, it is the Lord's. അവിടെ വായിക്കുന്നു, നിങ്ങൾ നിമിത്തം ദരിദ്രനായി മാറിയെന്ന്. But it's written here, for your sake he became poor. യേശുവിന് വല്ലതും സ്വന്തമായിട്ടുണ്ടായിരുന്നോ? Did Jesus own anything? യേശുവിന് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? Did he have any own property? ഉണ്ട്. ഒറ്റ കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. Only one thing we read about. സ്വന്തം വസ്ത്രം. His own garment. വേറെ ഒന്നും യേശുവിന് സ്വന്തമായിട്ട് ഉണ്ടായിരുന്നില്ല.
He didn't own any other possessions. ഞാൻ ഒരുപാട് തവണ അതിനിങ്ങനെ സെർച്ച് ചെയ്തു, യേശുവിന് വേറെ വല്ലതും ഉണ്ടായിരുന്നു എന്ന്. I searched the Lord, what all things did Jesus own? നമ്മൾ യോഹന്നാന്റെ സുവിശേഷം അവസാനം 7-ാം അധ്യായം അവസാനം വായിക്കുന്നത് എല്ലാവരും താന്റെ വീട്ടിലേക്ക് പോയി, യേശു ഒലിവുമലയിലേക്ക് പോയി. 8-ാം അധ്യായം ആരംഭിക്കുന്നത് യേശു ഒലിവുമലയിലേക്ക് പോയി. In John we read that everybody went to their house, but Jesus went to the Mount of Olives. വീടില്ല. He didn't have his own home. അതുകൊണ്ടാണ് പാട്ടെഴുത്തുകാരൻ പറയുന്നത്, ദൈവസുതൻ പശുശാലയിൽ നരനായി അവതരിച്ചതു വെറും കഥയോ, ഭുവനമൊന്നാകെ ചമച്ചവനൊരു ചെറു ഭവനവും ലഭിച്ചതില്ലെന്നോ, ദൈവകരുണയിൻ ധനമഹാത്മ്യം നാവാൽ വർണ്യമോ, ദൈവകരുണയിൻ ധനമഹാത്മ്യം. പരമസമ്പന്നനി ധരണിയിലേറ്റം, പരമസമ്പന്നനി ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സോമനസ, പരമസമ്പന്നനി ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സോമനസ, നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴന്തുണി ധരിച്ചതും ചെറിയ സംഗതിയോ, നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴന്തുണി ധരിച്ചതും ചെറിയ സംഗതിയോ, ദൈവകരുണയിൻ ധനമഹാത്മ്യം നാവാൽ വർണ്യമോ, ദൈവകരുണയിൻ. അവിടെ വായിക്കുകയാണ്, കരുണാസമ്പന്നനായ ദൈവം സകല സ്വത്തിന്റെ ഉടമയായവൻ എന്നെ പ്രതി ആരായി മാറി? ദരിദ്രനായി മാറി. And the Lord who owns everything, who was so rich, he became a poor person for our sake. എന്തോ വരികളാണ് നമ്മുടെ ആത്മീയതയിലുള്ള പാട്ടുകൾ. ഒരുപാട് പാട്ട് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട്, പക്ഷേ മിക്സഡ് കമ്മ്യൂണിറ്റി ആയിട്ട് ഞാൻ ആ പാട്ടുകളൊന്നും പാടുന്നില്ല. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, യേശു തൻ്റെ റിച്ചസ് മുഴുവൻ വേണ്ടാന്ന് വെച്ചു. The most important thing here we see is he has given up all his riches for our sake. അഞ്ചാമത്തെ കാര്യം, The fifth thing he gave up. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. John 5:17-19. But Jesus replied, "My Father is always working, and so am I." So the Jewish leaders tried all the harder to find a way to kill him, for he not only broke the Sabbath, he called God his Father and thereby making himself equal with God. So Jesus explained, "I tell you the truth, the Son can do nothing by himself. He does only what he sees the Father doing. Whatever the Father does, the Son also does." He denied his independent, യേശുക്രിസ്തു തൻ്റെ സ്വന്തം ഇച്ഛ പോലും വേണ്ടാന്ന് വെച്ചു. He denied his own independent will. എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെതായിട്ട് ഒരു അവകാശവും ഇല്ല, മുഴുവനും ദൈവത്തിൻ്റെയാണ്. So he did not think anything from his own perspective. He did everything from the Father's will. തൻ്റെതായ ഒരു ഇഷ്ടവും വേണ്ട, Not his own desire. എല്ലാ ഇഷ്ടവും പിതാവിൻ്റെയാണ്. Everything what the Father desires. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പിതാവിന് മാത്രമേ അറിയത്തുള്ളൂ, പുത്രൻ അറിയത്തില്ലെന്ന് പറഞ്ഞത്. വില്ല് പോലും എന്ത് ചെയ്തു? സമർപ്പിച്ചിരിക്കുകയാണ്. He has completely given up his will of his own volition to the Father's will. അതുകൊണ്ടാണ് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചത്, പിതാവേ ഗെത്സമന തോട്ടത്തിൽ പ്രാർത്ഥിച്ചത്, എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചത്. സ്വന്തം ഇച്ഛാശക്തി പോലും പിതാവിന് അടിയറ വെച്ചിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. Because that's why he prayed in Gethsemane that not my will but yours will be done. ഇത്ര മാത്രം താണു വന്ന ഈ യേശുക്രിസ്തുവിന്റെ ആറ്റിറ്റ്യൂഡ് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഇല്ലെങ്കിൽ, എൻ്റെ കുടുംബജീവിതത്തിൽ ഇല്ലെങ്കിൽ, നമ്മുടെ കുടുംബം കൊണ്ട് എന്താണ് പ്രയോജനം? And these are the things that he has emptied himself of. And if we do not have that same attitude in our personal lives, then imagine how our family life would be. ഞാൻ ഇങ്ങനെ പറയട്ടെ, Shall I tell like this?
നമ്മുടെ വ്യക്തിത്വത്തിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ കർത്താവിന് മുമ്പാകെ? Does our personality have any value in front of Christ? ദൈവം തന്നതല്ലാതെ നമുക്ക് വേറെ വല്ലതും ഉണ്ടോ? Do we have anything that we have not received from God? നമ്മുടെ സൗന്ദര്യം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ഭവനം, നമ്മുടെ ഭർത്താവ്, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ സമ്പത്ത്, നമ്മൾ എണ്ണമറ്റ് എണ്ണി നോക്കിയോ, ഇത് മുഴുവൻ ദൈവത്തിന്റെ ദാനമാണ്. All the things that you think are yours, your house, your beauty, your work, your family, your wife and husband, everything is been given by God. ദൈവത്തെ കൂടാതെ വല്ലതും ഉണ്ടോ? Do we have anything that you have not received? വീട്ടിലിരിക്കുന്ന ആർക്കെങ്കിലും പറയാം, ഓ ഇതൊന്നും ദൈവം കുഴപ്പമില്ല, ഇത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? Can anybody say that I have not received it from God? നമ്മൾ ശ്വസിക്കുന്ന ശ്വാസത്തിന്റെ വില എന്താ? What's the price of a breath of oxygen that we take? എൻ്റെ ഒരു ഫ്രണ്ട് ആക്സിഡന്റ് ആയിട്ട് മാംഗ്ലൂർ KMC-യിൽ, ഐ മീൻ ഫാദർ മുള്ളേഴ്സിൽ അഡ്മിറ്റ് ആയി. One of my friend, he got admitted after an accident. ഞങ്ങൾ എല്ലാവരും കൂടെ മാംഗ്ലൂർ ഫാദർ മുള്ളേഴ്സിൽ ചെന്നു. And we straight away rushed to the hospital. ഒരു കാത്തലിക് ഫ്രണ്ടാണ്, നമ്മളോട് സുവിശേഷം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ കാത്തലിക് ഫ്രണ്ടാണ്. He is a Catholic friend. പക്ഷെ ഞങ്ങൾ എല്ലാവരും ഹോസ്പിറ്റലിൽ ചെന്നു. പെട്ടെന്ന് അദ്ദേഹത്തെ ICU-ലേക്ക് മാറ്റി, CCU-ലേക്ക് മാറ്റി. വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനാണ്. He was in a critical condition in ICU. ഡോക്ടർ പറഞ്ഞു നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഒരു രക്ഷയില്ല. And doctors were also not very hopeful. അദ്ദേഹം ഒരു വലിയ സാമ്പത്തികമുള്ള ഒരു മിഡിൽ ക്ലാസ് ആളാണ്. He is a upper middle class person. അങ്ങനെ അദ്ദേഹത്തെ വെന്റിലേറ്ററിലാക്കി. He is in a ventilator now. At that time. ആ വെന്റിലേറ്ററിലായി. And he was in the ventilator. അങ്ങനെ ഭയങ്കര പ്രശ്നമായി, എന്ത് ചെയ്യുന്നറിയില്ല. And a lot of problem. Nobody knows what will happen. എന്നിട്ട് ഒടുവിൽ ലാസ്റ്റിൽ ഒത്തിരി കാര്യങ്ങൾ ഒടുവിൽ ഇദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്തു വന്നു. Finally he was discharged. എന്നിട്ട് അതിനകത്ത് എഴുതിയിരിക്കുന്നത് ബില്ല്, ഓക്സിജൻ കൊടുത്തത് 5 days ഓക്സിജൻ കൊടുത്തതിനകത്ത് ബില്ല് വന്നിരിക്കുന്നത് 89,000 rupees. And for 5 days the oxygen's bill was 89,000 rupees. ഇവിടെ രാവിലെ പോലും വൈകിട്ട് വരെ ഒന്നും അറിയാതെ ഓക്സിജൻ വലിച്ചു വിടുന്നതിന് കർത്താവിന് സമ്പത്ത് കൊടുക്കാൻ പറ്റത്തില്ല. 5 ദിവസം സിലിണ്ടറിൽ നിന്ന് കൊടുത്തതിന് 89,000 rupees. Here we take oxygen without any cost, but for 5 days from the cylinder he had to take, it costed 90,000. വീട്ടിൽ കൊടുത്തു വിട്ടു സിലിണ്ടർ പിന്നെയും, കാരണം പിന്നെയും വേണം അദ്ദേഹത്തിന് ആവശ്യം. Later on also he needs to get oxygen from cylinder. നമ്മൾ ദൈവത്തോട് എത്ര നന്ദി പറയണം. How much should we be grateful to God? നമുക്ക് ഇലക്ട്രിസിറ്റി ബിൽ എത്ര വരുന്നത് ഒരു മാസം? How much electricity bill we get per month? 6,000, 7,000. 6,000-7,000. ഞങ്ങൾക്ക് പിന്നെ ഗവൺമെന്റ് ഫ്രീ ആക്കി. കർണാടകത്തിൽ വന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഫ്രീ ആണ്, ഞങ്ങൾക്ക് ഫ്രീ ആണ്. It is free for us in Karnataka. 200 യൂണിറ്റേ ഉള്ളൂ, അതിൽ കൂടുതലാണ് ഞങ്ങൾ ബില്ല് ചെയ്യണം. Up to 200 units. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ സൂര്യൻ പ്രകാശം ദൈവം തന്നുണ്ട്. എത്ര രൂപ ദൈവത്തിന് കൊടുക്കാൻ പറ്റും? How much light the sun gives us every day. ഇത് മുഴുവൻ സൗജന്യമായിട്ട് ദൈവം തന്നിരിക്കുകയാണ്. All these things God has given freely. എന്നിട്ട് കർത്താവിന് വേണ്ടി എന്ത് കൊടുക്കാൻ പറഞ്ഞാൽ, വേലയ്ക്ക് വേണ്ടി ശുശ്രൂഷയ്ക്ക് കൊടുക്കാൻ പറഞ്ഞാൽ, സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ സമർപ്പിക്കാൻ പറഞ്ഞാൽ നമ്മൾ 500-ന്റെ നോട്ട് 5 പ്രാവശ്യം തിരിക്കും. But if we have asked to give for the Lord's work or gift for the evangelist, then it is very difficult. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ സൂക്ഷിക്കുക. We are saving up for our kids. എന്ത് ബാക്കിയുണ്ട്? What is left? ഇതാ ഇവിടെ ഒരു പുത്രൻ തൻ്റെ സ്വന്തം ഇഷ്ടവും സ്വന്തം ഇച്ഛയും മുഴുവൻ വേണ്ടാന്ന് വെച്ചിട്ട് ഈ ഭൂമിയിലേക്ക് നമുക്ക് വേണ്ടി വന്ന ആളാണ്. Here we see the son who has given up all his things, privileges. He has come down to this earth for us. നമുക്ക് നമ്മുടെ പ്രിവിലേജ് വിട്ടിട്ട് താഴേക്ക് പോകാൻ പറ്റുന്നുണ്ടോ? Are we able to leave our privileges and go down? പറ്റുന്നുണ്ടോ? Is it possible for us? എന്ത് പ്രിവിലേജ്? What privilege do we have? എപ്പോ വേണമെങ്കിലും ഈ ലോകത്തിൽ നിന്ന് പോകാം. We can leave this earth anytime. തുറന്ന മൂക്കിലാണ് ശ്വാസം. It's just a matter of one breath. അകത്തേക്ക് വലിക്കുന്ന ശ്വാസം നമുക്ക് പുറത്തു വിടാനുള്ള ഗ്യാരണ്ടി ഉണ്ടോ? The breath that you have taken in, do you have the guarantee of breathing it out? ഇപ്പൊ ഈ ലാപ്ടോപ്പ് മേടിച്ചിട്ട് 6ാമത്തെ വർഷമാണ്. I bought this laptop 6 years back. കഴിഞ്ഞ ദിവസം ചെറിയൊരു കേട് വന്നപ്പോൾ ഞാൻ ഇതിനെ മാംഗ്ലൂർ കൊണ്ടുപോയി ശരിയാക്കി. Something happened recently. I went to Bangalore to get it rectified. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് എത്ര വർഷത്തെ ഗ്യാരണ്ടിയോട് ഉണ്ട് ഇനി? So I asked him how much guarantee is there for this laptop. സാറേ ഓൾറെഡി കഴിഞ്ഞു പോയി, 4 വർഷം അത് കഴിഞ്ഞു.
So he said that now there is no guarantee. ഇതിന് ഈ 2 വർഷം ഓടിയത് ഗ്രേസ് പീരീഡ് ആണ്. Now it has gone 6 years, you are already crossed the guarantee period. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഇത് നിൽക്കാം. So now it can stop anytime. പക്ഷെ ഞാൻ ചോദിച്ചു എന്നാലും എത്ര കിട്ടും? Still, just tell me how much it will go. മേ ബി 1 വർഷം പോകും. Maybe 1 more year. തിരിച്ച് ഞാൻ ബസ്സിൽ കയറി വന്നപ്പോൾ ഞാൻ ഓർത്തടാ ഇതിന് 1 വർഷം അവർ പറഞ്ഞു, എനിക്ക് എത്ര വർഷം എനിക്ക് പറയാൻ പറ്റും? So I was thinking, for this laptop he is giving guarantee of 1 year. How much guarantee I can give for my own self? നമ്മൾ ഈ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ചെല്ലുമെന്ന് നമ്മുടെ തിരിച്ച് വീട്ടിലോട്ട് ചെല്ലുമെന്ന് പറയാനുള്ള ഗ്യാരണ്ടി വല്ലതും ഉണ്ടോ? Do we have a guarantee that we will reach our home safely? ഞങ്ങൾ സാധാരണ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഔട്ട്സൈഡിൽ പോകുമ്പം ഞാൻ എൻ്റെ ഭാര്യയും മക്കളെയൊക്കെ അടുത്ത് വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് എല്ലാവർക്കും കൊടുത്തിട്ടേ പോവുള്ളൂ. When I am going for any ministry out of the town, I always bring my family together and then only I leave. Yeah, I'll give them a hug and a kiss. ഇങ്ങോട്ട് വന്നപ്പോഴും ഞാൻ അങ്ങനെ ചെയ്തിട്ടാ വന്നേ. Even before coming to Hyderabad, I did the same. കാരണം എന്താണെന്നറിയാമോ? Why, you know? തിരിച്ചു ചെല്ലുമെന്ന് ഒരു ഉറപ്പുമില്ല. Because I don't know if I will come back. നിങ്ങൾക്ക് തന്നെ ഉറപ്പുണ്ടോ തിരിച്ചു ചെല്ലുമെന്ന്? Do you have full guarantee that you will always be safe? നമുക്ക് പലപ്പോഴും നമ്മുടെ പൊസിഷൻ വിടാൻ പറ്റില്ല, നമ്മുടെ സ്ഥാനം വിടാൻ പറ്റില്ല. നമുക്ക് മിഷണൽ ഫാമിലി ദൈവം നമുക്ക് തന്നിരിക്കുന്ന കർത്താവിനുണ്ടായിരുന്ന ഈ എല്ലാ സ്പെഷ്യൽ പ്രിവിലേജും യേശുക്രിസ്തു എന്ത് ചെയ്യുന്നറിയാമോ? All these privileges that we have, we are not able to leave, but Christ was able to leave all of these things for our sake. ഞാൻ അവസാനിപ്പിക്കുകയാണേ. നമ്മൾ മരിക്കാൻ പോവാണെന്ന് ഒരു ദൂതൻ വന്ന് നമ്മളോട് പറയാം. Imagine that an angel comes and tells you that you are going to die. അപ്പോൾ ദൈവം ഒരു 4 days നമുക്ക് തരാതിരിക്കട്ടെ. And he gives you a time of 4 days. What will you do first? ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും? So what will you do first? You have only 4 days left. You can give answer. ഉത്തരം പറയാം. ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും? ഈ ചോദ്യം ഞാൻ ഒരിടത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു ആദ്യം എൻ്റെ ഗൂഗിൾ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യുമെന്ന് ഒരുത്തൻ പറഞ്ഞു. One person said, I will delete all my Google history. ചെറുപ്പക്കാർക്കാണ് ഞാൻ ഏറ്റവും കൂടുതൽ ക്ലാസ് എടുക്കുന്നത്, അതുകൊണ്ടാണ്. One youngster in my class. നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും? What will we do first if we have just 4 days? ദൈവത്തോട് പറയാം, കർത്താവ് എനിക്ക് ഒരു 10 ദിവസം കൂടെ തരണം, എനിക്ക് കുറച്ചേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറയാൻ സമ്മതിക്കുമോ? If you say that just give me 10 more days, I have some things to take care of. 10 ദിവസം പോയിട്ട് 10 സെക്കൻഡ് പോലും തരാനായിട്ട് ദൈവം മരണം വിട്ട് ദൈവത്തിന് ഓർഡർ വിട്ട് കഴിഞ്ഞാൽ പിന്നെ 1 സെക്കൻഡ് പോലും നമ്മൾ ലേറ്റ് ആകുന്നില്ല. So death, it will come when it has to come. There is no grace on that. എപ്പോ നമ്മളെ തേടി വരും? When will it come? എനി ടൈം, എപ്പോൾ വേണമെങ്കിലും വരാം. It can come any time. അതുകൊണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഒരു പ്രിൻസിപ്പിൾ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. So there is a principle I follow in my life. എവറി ഡേയ്സ് എല്ലാ ദിവസവും എൻ്റെ ലാസ്റ്റ് ഡേ ആണെന്നുള്ളൊരു കൺസെപ്റ്റ്. I live thinking that every day could be my last day. ഒരുപക്ഷെ ഇന്ന് എൻ്റെ ലാസ്റ്റ് ഡേ ആയിരിക്കാം. It's possible today is the last day. നിങ്ങൾക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റും. You can also live like that. ഇന്ന് എൻ്റെ ലാസ്റ്റ് ഡേ ആയിരിക്കാം. It's possible that this is my last day. ലാസ്റ്റ് ഡേ ആണെങ്കിൽ ഭാര്യയോട് വഴക്കുണ്ടാക്കുമോ? If it's the last day, would you fight with your wife? ഹസ്ബൻഡിനോട് വഴക്കുണ്ടാക്കുമോ ഇന്ന് ലാസ്റ്റ് ഡേ ആണെങ്കിൽ? Would you fight with your husband if it's your last day? ഡാഡിയോടും മമ്മിയോടും വഴക്കുണ്ടാക്കുമോ? Will you fight with your parents? എത്രയും പെട്ടെന്ന് ഐ ലവ് യു എന്ന് പറഞ്ഞ് ഹഗ് ചെയ്യാനോ അല്ലെങ്കിൽ സോറി പറയാനുള്ള ദിവസമായിട്ടാണ് നമ്മൾ ആ ലാസ്റ്റ് ദിവസമാണ് ഉപയോഗിക്കുന്നത്. If you knew you were going to die that day, you will try to get as much reconciliation with everyone. നമ്മുടെ കുടുംബങ്ങൾ ഇൻകാർണേറ്റ് കുടുംബങ്ങളാകണമെങ്കിൽ ഈ വലിയൊരു കൺസെപ്റ്റ് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണം. If we want our families to be incarnate families, then we have to get this concept. ഇതിന്റെ പകുതിയായുള്ള ക്ലാസ് ബാക്കി നമുക്ക് ഉച്ചകഴിഞ്ഞ് തുടങ്ങാം. The remaining of this we'll look after the next class. നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഇതുവരെ ഉണ്ടായിരുന്ന ആറ്റിറ്റ്യൂഡ് എല്ലാം മാറണം. We must change the attitude we inherit in our flesh. നമ്മുടെ ബുദ്ധിയിൽ ഉണ്ടായിരുന്ന എല്ലാം മാറണം. Our mindset, our knowledge and wisdom, it should all change. എൻ്റെ ദൈവത്താൽ അല്ലാതെ എനിക്ക് ഒന്നുമില്ല എന്ന് സമ്മതിക്കണം. We must accept that without God there is nothing in us. 16-ാം സങ്കീർത്തനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, In Psalm 16 we read like this, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. There is no good in my life except for you. ദൈവം അല്ലാതെ വേറൊരു നന്മ എനിക്കില്ല. There is no other thing that is good for me. ദൈവം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. May God bless us all. കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവസാനിപ്പിക്കുന്ന അടുത്ത ടോപ്പിക്കിലേക്ക് പോയി നിർത്താൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. And
I'm stopping you because if I go for another session, the session will continue. That is why. Yeah, so we'll take a break now and the next topic we'll take in the next session. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. May God bless each of us.